നമസ്കാരം. അങ്ങ് വല്ലാതെ ക്ഷീണിതനായിരിക്കുന്നു. രാവിലെ മുതൽ ഓട്ടമാണെന്നറിയാം. നമസ്കാരം അരുൺജി. ഹലോ. ശ്രീ എ കെ മഷറഫ്, അങ്ങ് രാവിലെ മുതൽ ഇതിന് പിന്നാലെ ഓട്ടമാണെന്നറിയാം. തുടർച്ചയായ മഴ, തുടർച്ചയായ തണുപ്പ്, കാലാവസ്ഥ ഇതൊക്കെയുണ്ട്. നമ്മൾ ഇപ്പോൾ ഔദ്യോഗികമായി DC-യും SP അടക്കമുള്ള ഒരു നമ്മുടെ മലയാള മാധ്യമ പ്രവർത്തകരെ മുഴുവനും അവർ ഇതിൻ്റെ ഒരു ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞു. നമ്മുടെ ഈ സൈറ്റിൽ നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞത് അവിടെ ഈ ലോങ് ബൂം എസ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നാണ്. അപ്പോൾ രക്ഷാപ്രവർത്തനം ഇന്ന് അവസാനിപ്പിച്ചു, നാളെ രാവിലെ തുടങ്ങും. അതല്ലേ വാസ്തവം? അല്ല, രക്ഷാപ്രവർത്തനം ഭൂമിൻ്റെ വർക്ക് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവരിത് ലൊക്കേറ്റ് ചെയ്ത സ്ഥിതിക്ക് അവിടത്തേക്ക് പോകാനുള്ള ഒരു സംവിധാനം. ഇത് പിന്നെ അരുൺജി നിങ്ങൾ പറയുന്നത് പോലെ നമ്മുടെ തട്ടുക്കടയുടെ ചേർന്ന് നിൽക്കുന്ന ഗംഗാവളി പുഴയുടെ ആഴത്തിലല്ല ഇത് കണ്ടത്. കുറച്ചും കൂടി ദൂരെയാണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോകാനുള്ള കല്ലുകളൊക്കെ ഇട്ട് നാളെ അവിടത്തേക്ക് എത്താനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന വർക്കാണ് ഇന്ന് രാത്രി വരെ നടത്തുന്നത്. തെരച്ചിലല്ല, അതിനു വേണ്ടിയുള്ള ഡയറക്ഷനും കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. നാളെ ഇനി നടക്കാൻ പോകുന്നത് റിവർ ബെഡ് ഒരുക്കലാണ് അല്ലേ? അതായത് ഈ റിവർ ബാങ്കിൽ ഇത് ഇറങ്ങാനുള്ള ഒരു ബെഡ് ഒരുക്കൽ. അതെ എക്സാക്ട്. ഈ ഇറങ്ങാനുള്ള ബെഡ് ഒരുക്കുക. ഇപ്പോൾ വീണ്ടും ഒരു ബൂം. ഇന്നലെ നമ്മൾ ഒരു ബൂമിന് വേണ്ടിയിട്ടാണ് കാത്തു നിന്നത്. ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കകം ഒരു ബൂം കൂടി എത്തിച്ചേരുന്നുണ്ട്. എല്ലാം അവരുടെ മെഷീനറീസിൻ്റെ സപ്പോർട്ടോടു കൂടി ഒരു സംയോജിപ്പിച്ച്, കാരണം അവരിന്ന് DC ഇതുവരെ നമ്മളൊരു പത്രസമ്മേളനത്തിൽ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾ കണ്ടിട്ടില്ല. അവർ ആർക്കും പിടികൊടുക്കാണ്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ അവരടക്കമുള്ള ആളുകൾ ഇത് കണ്ടെത്തിയ ഒരു സന്തോഷം അവരിലുണ്ട്. എത്രയും പെട്ടെന്ന് ഇത് നമുക്ക് അർജുനെ നമുക്ക് തെരഞ്ഞ് മുകളിലേക്ക് കൊണ്ടുവരാൻ, ആ ട്രക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നാളെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ വളരെ കൃത്യമാണ്. ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് നാളെ ഈ മെഷീനറി അങ്ങോട്ട് ഇറക്കണം. വലിയ ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ കൂടി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു 80% ലോറി തന്നെയാണെന്ന് ഉറപ്പിക്കാമല്ലോ അല്ലേ എ കെ മഷറഫ്? 80% അരുൺജി പറയുന്നുണ്ട്. നമുക്ക് പലപ്പോഴും നിങ്ങൾക്കറിയാം, ചെറിയ ഇത്തരത്തിലുള്ള ഒരു സിഗ്നൽ കിട്ടിയപ്പോൾ നമ്മളിങ്ങനെ അർജുനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. നമുക്ക് അപ്പോഴൊക്കെ നമ്മൾ നിരാശപ്പെട്ട ആളുകളാണ്. ഇന്ന് അങ്ങനെയല്ല. ഞാനിപ്പോൾ ആ സ്ഥലത്തേക്ക് ഈ ഗംഗാവളി പുഴയിൽ ജാക്കറ്റ് ഇട്ട് ഞാനും കൂടി MLA-യുടെയും DC-യുടെയും SP-ൻ്റെ കൂടെ ആ വല്ലാത്ത മലവെള്ളപ്പാച്ചൽ, ആ വെള്ളത്തിൽ പോയ ഒരാളാണ്. ഞാനും ആ സ്ഥലം വരെ എത്തിയിരുന്നു. തിരിച്ചു വന്നത് അത്രമാത്രം അതിൻ്റെ ഒഴുക്ക് കണ്ട് ഞങ്ങൾ മടങ്ങി വന്നതാണ്.